السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി സാഹിബ്, വേദിയിൽ ഇനി സംസാരിക്കാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട PP അബ്ദുറഹ്മാൻ സാഹിബ്, പ്രൊഫസർ മായൻകുട്ടി സുല്ലമി, ഡോക്ടർ ജാബിർ അമാനി, അബ്ദുറഹ്മാൻ മൗലവിയുടെ മക്കളായ ആ കുടുംബത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആദരണീയനായ മൊയ്തീൻകുട്ടി എഞ്ചിനീയർ, ഡോക്ടർ അഹമ്മദ് സാഹിബ്, അവരുടെ സഹോദരന്മാരും ബന്ധുക്കളുമായ പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളെ, സഹപ്രവർത്തകന്മാരെ, നാട്ടുകാരെ, ഞാനിവിടെ ഒരു സെമിനാറിലെ പ്രഭാഷകനായി നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഈ പ്രദേശത്ത് 5 മിനിറ്റ് വണ്ടി ഓടിയാൽ എത്തുന്ന ഈ പ്രദേശത്ത്, പ്രത്യേകിച്ചും അബ്ദുറഹ്മാൻ മൗലവിയുടെ ചരിത്രമുറങ്ങുന്ന ഈ പറമ്പിൽ ഇരിക്കുമ്പോൾ മറ്റൊരു വികാരമാണ്. ഒരു സെമിനാറിനെയും ഒരു പ്രഭാഷകൻ എന്ന സ്ഥാനത്തിൻ്റെയും അപ്പുറത്തുള്ള ഒരു വികാരമാണ് എനിക്ക് തോന്നുന്നത്. അബ്ദുറഹ്മാൻ മൗലവി റഹ്മത്തുള്ളാഹി എനിക്ക് അറിഞ്ഞുകൂടാ. പിൽക്കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പല രംഗങ്ങളിലും ചെന്നപ്പോൾ പറപ്പൂര് എന്ന ഒരു വാല് വെച്ചുകൊണ്ടാണ് എൻ്റെ പേര് പല സ്ഥലങ്ങളിലും പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ മൗലവിയെ മകനാണോ, അബ്ദുറഹ്മാൻ മൗലവിയുടെ ബന്ധുവാണോ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട് ചില പ്രദേശങ്ങളിലെ കാരണവന്മാർ. ഞാൻ ഓർക്കുകയാണ്, 1980-82 കാലഘട്ടത്തിലാണ് എടത്തനാട്ടുകരയിൽ, അവിടെ അന്ന് അന്തിക്കാണ് പ്രസംഗം, രാത്രിയാണ്. ചോറൊക്കെ തിന്നതിൻ്റെ ശേഷം 9:30 മണിക്കാവും പ്രസംഗം തുടങ്ങാൻ. ഒരു 12 മണി വരെയൊക്കെ പ്രസംഗം ഉണ്ടാവും. സ്ത്രീകൾ, നമ്മളെ പഴയ കാലത്തെ വയല് പോലെയാണ് അവിടുത്തെ മുജാഹിദ് വയല്. ചൂട്ടൊക്കെ കിട്ടിയ ആളുകൾ ഇങ്ങനെ വന്ന്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നിച്ച് ഒരു മരുഭൂമിയിലെ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന്, തോട്ടത്തിലിരുന്ന് പ്രസംഗം കേട്ട് പോവാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ, ബസ്സിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ കുറേ ആളുകൾ എന്നെ സൽക്കരിച്ച് സ്വീകരിച്ചിരുത്തി. അന്നൊരു വളരെ ചെറിയൊരു കുട്ടിയാണ് ഞാൻ, എന്നാലും കുറച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ വിചാരം പറപ്പൂരത്തനാൻ മൗലവിയുടെ മകനാണ് എന്നാണ്. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവർ പറഞ്ഞു, മൂപ്പർക്കൊരു മകനെങ്കിലും ഈ രംഗത്തുണ്ടായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മൂപ്പര മകനൊന്നുമല്ല, എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ആളാണ്. ഞാൻ വിചാരിച്ചു മകനാന്നുള്ളത്. പിന്നെ അയാളെ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980-കളിൽ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൻ്റെ ഒരു ജൂബിലി ആഘോഷിക്കുമ്പോൾ എൻ്റെ വന്യനായ ഗുരുനാഥൻ KN ഇബ്രാഹിം മൗലവി പറഞ്ഞു, പറപ്പൂരുകാരനാണല്ലോ നീ, അബ്ദുറഹ്മാൻ മൗലവിയുടെ ഒരു ചരിത്രം സംഘടിപ്പിക്കണം. അങ്ങനെയാണ് ആ ഒരു വ്യക്തിത്വത്തെ പറ്റി അറിയാൻ എടത്തനാട്ടുകരയിലും അദ്ദേഹത്തിൻ്റെ കുടുംബം, സൽമാൻ തുടങ്ങിയിട്ടുള്ള മക്കളുടെ അടുക്കലും അന്ന് ജീവിച്ചിരുന്ന ഇവിടുത്തെ ഈ വീട്ടിൻ്റെ ഉടമ തന്നെയായ മർഹൂം അബ്ദുള്ള മാസ്റ്റർ റഹ്മത്തുള്ളാഹി, അതുപോലെ നമ്മുടെ പറപ്പൂരിലെ തെയ്യമ്പാടി അസം മാസ്റ്റർ റഹ്മത്തുള്ളാഹി ഒക്കെ മരിച്ചുപോയി. അവരുടെ അടുക്കൽ പോവുകയും എവിടെ നിന്നോ എനിക്ക് വളരെ ദീർഘമായ യാത്രയും അന്വേഷണവും നടത്തിയതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കാനായത്. അതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഞാനും കണ്ടിട്ടില്ല, നമ്മുടെ ഒരു പ്രസിദ്ധീകരണങ്ങളിലും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അതിനെപ്പറ്റിയുള്ളൊരു ചരിത്രവും ഒരു
ചെറിയൊരു കുറിപ്പെങ്കിലും എഴുതാൻ സാധ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാട്ടിലാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്നതെങ്കിലും 969 ഞാൻ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി ചേരുകയും ഒരു 70 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളെ നാട്ടിലൊരു പ്രഭാഷണം വെക്കണം, ഒരു പ്രസംഗം വെക്കണം, ഒരു മുജാഹിദ് പ്രസംഗം വെക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്താൻ വേണ്ടി നമ്മൾ വൈകുന്നേരം വീണാലക്കൽ ഒരു പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ നാട്ടിലുള്ള ഒരു മുതിർന്ന ഒരാൾ മരിച്ചുപോയി, അല്ലാഹുമ്മ റഹ്മു. അദ്ദേഹം പറഞ്ഞു, മോനെ ഇതിനിപ്പോൾ പറപ്പൂര് നിൽക്കണ്ട കേട്ടോ, ഇതിൽ നിൽക്കണ്ട. കാരണം അബ്ദുറഹ്മാൻ മൗലവി കുറെ പണിയെടുത്ത് ഒഴിവാക്കി ഇട്ടെറിഞ്ഞു പോയ സ്ഥലമാണ് പറപ്പൂര്. ഇവിടെ നീ ഇത് വിത്തിടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞതും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അബ്ദുറഹ്മാൻ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങള്, അതുപോലെ അദ്ദേഹത്തിൻ്റെ അബ്ദുള്ള മാഷ്, മുജീബ് സാഹിബിൻ്റെയും ഡോക്ടർ അഹമ്മദ് സാഹിബിൻ്റെയും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒക്കെ ഉപ്പ അബ്ദുള്ള മാസ്റ്റർ റഹ്മുല്ല, അതുപോലെ ആയിഷക്കുട്ടി താത്ത. ഞാനൊരു നാട്ടുകാരനായി പറയാണ്, ഇവിടെ അദ്ധാരിതങ്ങളൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു മത പ്രഭാഷണമല്ല, ഞാനൊരു നാട് എന്നുള്ള നിലക്ക് ഉള്ള ആ ഒരു സംഭവമാണ്. ആയിഷക്കുട്ടി താത്ത ഒക്കെയാണ് എനിക്കറിയുന്നത്. അബ്ദുറഹ്മാൻ മൗലവിയുടെ പെങ്ങള് ആയിഷക്കുട്ടി താത്ത എന്ന് പറയുന്ന ആ സഹോദരി പാർത്തിരുന്നത് എൻ്റെ വീടിൻ്റെ ഒരു 30 മീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ഒരു വീട്ടിലായിരുന്നു. മുസ്ലിയാര വീട് എന്നാണ് പറയുക. അവരുടെ ഭർത്താവ് ഒരു മുസ്ലിയാരായിരുന്നു. അവരുടെ ആ കടവ് വരെ മുസ്ലിയാര കടവ് എന്നാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. അതായത് വെങ്കട്ടയുടെ തൊട്ട് താഴെയുള്ള കടവ് മുസ്ലിയാരുടെ കടവാണ്. ആ കടവ് ആയിഷക്കുട്ടി താത്തയുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇതിൽ പുതുമയില്ലെങ്കിലും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ, അബ്ദുറഹ്മാൻ മൗലവിയുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നത്, വളരെ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് അയൽവക്കത്താണ് ആയിഷക്കുട്ടി താത്ത പാർക്കുന്നത്. ഒരു സാധാരണ ഒരു സ്ത്രീ കറുത്ത തുണി കൊടുത്ത നമ്മുടെ പഴയ കാലത്തെ വല്യമാരെ പോലെയുള്ളൊരു ഉമ്മയാണെങ്കിൽ പോലും ആയിഷക്കുട്ടി താത്ത എന്നും വൈകുന്നേരവും രാവിലെയും ഒക്കെ നമ്മളെ വീട്ടിലും, നമ്മളെ അടുത്ത എൻ്റെ ഓളാപ്പാൻ്റെ വീട്, എൻ്റെ ഭാര്യ വീടും അടുത്ത് തന്നെ ആയിരുന്നു. അവിടെയൊക്കെ വരും. എല്ലാ വീട്ടിലും ഞങ്ങൾ അങ്ങോട്ടും കൂടെ പോകും, അയൽവാസികളല്ലേ. അപ്പം അന്ന് എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്, എന്നോടൊക്കെ ചോദിക്കും, നിസ്കരിച്ചോ? അതുപോലെ എന്തെങ്കിലും സോക്കടൊക്കെ ഉണ്ടെങ്കിൽ ഖുർആനൊക്കെ ഉണ്ട് ഓതിക്കൂടി. ഈ ആയിഷക്കുട്ടി താത്ത പറയേണ്ടതാണ്, അന്ന് വേറൊരു സ്ത്രീകൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഖുർആനൊക്കെ കുല്ലാഹുദ് റബ്ബിൽ ഫലക്കും കുല്ലാഹുദ് റബ്ബിൻ നാസൊക്കെ ഉണ്ട് ഓതിക്കൂടി, അതൊക്കെ മാറിക്കോളും. പിന്നെ അന്ന് ഇവരുടെയൊക്കെ ഉപ്പ ആലിക്കുട്ടി ഡോക്ടറാണ്, ഞങ്ങൾക്ക് ആ കൂടിയും വരാനുള്ളൊരു ഡോക്ടർ. പിന്നെ റഹീം ഡോക്ടർ, അഹമ്മദ് സാഹിബിൻ്റെയും പുതിയ എഞ്ചിനീയറുടെ ഒക്കെ സഹോദരൻ റഹീം ഡോക്ടർ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെയാണ് വീട്ടിൽ വന്ന് ചികിത്സിക്കാറുള്ളത്. റഹീമിനൊന്നും കാത്തു കണ്ട, ഞങ്ങൾ ഖുർആനൊക്കെ കണ്ട് ഓതിക്കൂടി, നിസ്കരിച്ചു, നഖം മുറിച്ചക്കണം. അങ്ങനെ ദീനിന്റെ കുറെ കാര്യങ്ങൾ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്ത്രീക്ക് ഈ കൂക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല. കൂക്ക് എന്തെങ്കിലും ദൊക്കും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഈളിയിടും, കൂക്കി ഇങ്ങനെ നിൽക്കും. ഈ കൂക്ക് വരുമ്പോൾ അയച്ചുകൊടുത്താത്ത മണ്ടിരും, കള്ള കൂക്കാണത്, ഒന്നുമില്ല, ചീത്ത ഗുണക്കട ഒന്നും അല്ലാതെ. അതിങ്ങനെ ശരിക്കും അള്ളാഹുവിനോട് പറയുന്നത് കൊണ്ടാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഇത് എന്തെങ്കിലും ചെല്ലി പറഞ്ഞൂടെ, അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒരു നവോത്ഥാനം, അന്നത്തെ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരിലുള്ള കൃത്യമായ നവോത്ഥാന ചിന്ത ഞാൻ ചെറുപ്പത്തിൽ ഓർക്കുകയാണ്. ആയിഷക്കുട്ടി താത്തയുടെ ആ സംസാരത്തിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ആയിഷക്കുട്ടി താത്ത വരുമ്പോഴേക്ക് എൻ്റെ ഉമ്മയൊക്കെ എന്നോട് പറയലുണ്ട്, അല്ലാഹുമ്മ റഹ്മ, ആയിഷക്കുട്ടി താത്ത വരുന്നുണ്ട്, വേഗം പോയി നിസ്കരിച്ചാളെ, കയ്യും കാലമൊക്കെ ചെയ്യാണ്ട് നിസ്കരിച്ചാലട്ടോ, ആയിഷക്കുട്ടി താത്ത വരുന്നുണ്ട്, ചീത്ത പറയുന്നു. കാരണം അന്നൊരു ദഅവത്ത്, ഒരു സ്ത്രീക്ക്, ഒരു കറുത്ത തുണി കൊടുത്ത ഒരു പെണ്ണിന് അന്ന് ചെയ്യാവുന്ന ദഅവത്ത് അതൊക്കെയാണ്, മതപ്രബോധനം, അതവർ ചെയ്തിരുന്നു. പക്ഷെ അത് അബ്ദുറഹ്മാൻ മൗലവിയുടെ പെങ്ങളാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അത്രയും ചെറുപ്പകാലമാണല്ലോ, അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് അല്പം ഒരു ബോധം കിട്ടിയപ്പോഴാണ് ആയിഷക്കുട്ടി താത്തയുടെയും അബ്ദുറഹ്മാൻ മൗലവിയുടെയും ഒക്കെ സഹോദരനായ അബ്ദുള്ള മാസ്റ്റർ, ഇവരുടെയൊക്കെ ഉപ്പ, അല്ലാഹുമ്മ റഹ്മു, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ബാലപാഠത്തിനെ പറ്റി എനിക്ക് വ്യക്തിപരമായി പറഞ്ഞു തന്നത്. മോനെ, എൻ്റെ ഉപ്പ, എൻ്റെ വല്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി
പല കാര്യങ്ങളും പറഞ്ഞു തരികയും അദ്ദേഹം പറപ്പൂരെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആ പള്ളിയിൽ നടത്തിയ ഒരു 5-6 അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസിയുടെ 5-6 മാസത്തെ ഖുത്ബകളാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ബാലപാഠം. ഒന്ന് പുളിക്കൽ ഞാൻ വിദ്യാർത്ഥിയാണ്, ബാലപാഠം പഠിച്ചത് ആ മിമ്പറിൽ നിന്നാണ്. ആ തൗഹീദിന്റെ ബാലപാഠം അതിശക്തമായ അന്ധവിശ്വാസത്തെ, ഇപ്പൊ തങ്ങളൊക്കെ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും അതിശക്തമായി, എന്നാൽ രൂക്ഷമായ ഭാഷയിലല്ല. അബ്ദുറഹ്മാൻ മൗലവി രൂക്ഷമായിട്ടായിരുന്നു അതിനെ എതിർത്തിരുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു പക്വമായ രൂപത്തിൽ 7 ഖുത്ബകൾ ആയത്തുൽ കുർസി എഴുതി, ആയത്തുൽ കുർസിനെ അധികരിച്ച് മാത്രം ആ പള്ളിയിൽ പ്രസംഗിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മ വരുന്നു. ആ അബ്ദുള്ള മാസ്റ്ററിൽ കൂടിയാണ്, ഐസക്കുട്ടി താത്തയിൽ കൂടിയാണ് എനിക്ക് അബ്ദുറഹ്മാൻ മൗലവിയെ പറ്റി അറിയുന്നതും കേൾക്കുന്നതും. പിന്നീട് ഞാൻ കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ, ഒരു യുവാവൊക്കെ ആയപ്പോൾ അതിൻ്റെ അടുത്ത ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ എനിക്കറിയാമായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അബ്ദുറഹ്മാൻ മൗലവിയുടെ പെങ്ങൾ പാർത്തിരുന്നത് എന്നൊക്കെയുള്ള ഒരു ഓർമ്മ വരുന്നത്. ആ ഓർമ്മ വെച്ചാണ് 80കളുടെ ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ വേരുകളും തേടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നു. നമ്മളെ ഔറുട്ടി മാഷ് റഹ്മുള്ള എൻ്റെ ഒരു ബന്ധു കൂടിയായിരുന്നു, കുളക്കാട്ടിൽ ഔറുട്ടി മാഷ്, തെയ്യമ്പാടി എസ്.എം. മാഷ്, അബ്ദുള്ള മാഷ്, പ്രത്യേകിച്ചും അബ്ദുള്ള മാഷ്, അങ്ങനെയുള്ള ആളുകളിൽ കൂടിയാണ് ഈ ചരിത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ആ ഒരു മണ്ണിനെ പുനസ്മരിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രം സീറ എന്നാണ് പറയാം. സീറ, ബദർ സീറ, ഉഹുദ് സീറ, ഖന്തഖ് സീറ എന്നൊക്കെയുള്ള സീറ എന്ന് പറഞ്ഞാൽ സീറോണ്. നടന്നു എന്നതിൽ നിന്നാണ് സീറ വരുന്നത്. ആ സീറ എങ്ങനെ വരുന്നു? അവർ നടന്നുപോയ വഴി അത് മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ആ വഴിയിൽ കൂടി നമ്മൾ നടക്കാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് സീറയിൽ കൂടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അബ്ദുറഹ്മാൻ മൗലവി റഹ്മത്തുള്ള അദ്ദേഹം ഇവിടെ അതിശക്തമായി പറപ്പൂരിൽ നിന്ന് അദ്ദേഹത്തിന് നാട് വിട്ടത് എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ആ ഒരു നവോത്ഥാന ചിന്ത ആ കാലഘട്ടത്തിൽ 1900 ആദ്യ പകുതിയിൽ ഈ നാട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നാട്ടിലുള്ള മരിച്ചുപോയ കാരണവന്മാർ. എൻ്റെ ഉപ്പടക്കമുള്ള അധ്യാപകരായിട്ടുള്ള ആളുകൾ പറ്റ അന്ധവിശ്വാസികളും അനാചാരത്തിന്റെ ആളുകളും ആയിരുന്നില്ല ഈ അടുത്ത കാലം വരെ ഉണ്ടായി മരിച്ചുപോയ നവോത്ഥാനത്തിന്റെ ആളുകൾ. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. 1903 കാലഘട്ടത്തിൽ തന്നെ ഈ കൊളക്കാട്ടിൽ സ്കൂളും അവിടെ ഒരു വലിയ, കേരളത്തിലെ തന്നെ ഒരു വലിയ നവോത്ഥാനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ഈ വീട് നിൽക്കുന്ന ഈ പ്രദേശമൊക്കെ, ഈ കൊളക്കാട്ട് സ്കൂളിലെ അവിടെയാണ്, ഇവിടുത്തെ LP സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവർ ഒരു വലിയൊരു ചരിത്രം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഏതൊരു ചരിത്രത്തിന്റെയും ഒരു അപകടം ആ ചരിത്രത്തിന്റെ വളർച്ചയും തുടർച്ചയും ഉണ്ടാവില്ല എന്നതാണ്. അതാണ് സീറ. അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. ഭൂമിയിൽ കൂടി നിങ്ങളൊന്ന് നടന്നു നോക്കിയിട്ടില്ലേ? ആ നടക്കലാണ് സീറ. നിങ്ങൾ സീറ പഠിച്ചിട്ടില്ലേ എന്ന്. എന്നിട്ടോ ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ചിന്തിക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾ, ഔ ആദാനു യസ്മഊന ബിഹാ, കേൾക്കാൻ കഴിയുന്ന കാതുകൾ. അവിടെ ഹൃദയങ്ങളും കാതുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ചരിത്ര ഗവേഷകന്മാർ ധാരാളമുണ്ട്. ചരിത്രത്തിലെ കഴിഞ്ഞുപോയ ചരിത്ര വസ്തുതകൾ കുഴിച്ചെടുത്ത്, ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് പരിവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ ധാരാളമുണ്ട്. പക്ഷേ ആ ചരിത്രമൊക്കെ കാണാനും കേൾക്കാനും കുഴിച്ചെടുക്കാനും തൊടാനും ഒക്കെ അനുഭവം ഉണ്ടായിട്ട് പോലും ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കും കാതുകൾക്കൊന്നുമല്ല അന്ധതയുള്ളത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ, ആ നെഞ്ചകങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഹൃദയങ്ങളിലാണ് കണ്ണുപൊട്ടുള്ളത്, അന്ധതയുള്ളത് എന്ന് ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിച്ചു. ആ അന്ധത മാറ്റി ചരിത്രത്തിനെ നാം പുനരുദ്ധരിക്കാൻ കഴിയണം. ചരിത്രം ആർക്കും ചരിത്രത്തിനെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ചരിത്രത്തിനെ വെച്ചുകൂടാനോ സാധ്യമല്ല. കാലാതീതമായി സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, ആകാശത്ത് പോലെ ചരിത്രം എന്നും തിളങ്ങി നിൽക്കും. ആ ചരിത്രത്തിന്റെ പിന്നാലെ സീറ നടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അബ്ദുറഹ്മാൻ മൗലവിയെ പോലെയുള്ള ആളുകൾ
നവോത്ഥാനം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്ക് എതിരിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ശക്തമായി തന്നെ പ്രവർത്തിച്ചു. ആ കാലഘട്ടം അതായിരുന്നു. അതിശക്തമായ ഭാഷയിലും പ്രവർത്തനത്തിലും അദ്ദേഹം മുന്നോട്ട് നീങ്ങിയപ്പോൾ നമുക്ക് പറപ്പൂരിൽ അതിൻ്റെതായ ഒരു വെളിച്ചം കാര്യമായി വന്നില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി വരികയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പറപ്പൂരിൽ വന്നില്ലെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തും എറത്തനാട്ടുകര എന്ന് പറയുന്ന ഒരു കർഷക ഗ്രാമത്തിൽ 32ഓളം ഇസ്ലാഹി മഹല്ലുകളായി വളർന്നു വരാൻ ഇന്ന് ഒരു ചെറിയ പപ്പടവട്ടത്തിന് സാധിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആ ശാസ്ത്രീയമായ ഗവേഷണ ശൈലിയൊന്നല്ല, അദ്ദേഹത്തിന്റെ തന്മയത്വത്തോടു കൂടിയുള്ള പ്രബോധന, സത്യം തുറന്നു പറയുന്ന പ്രബോധന ശൈലി തന്നെയായിരുന്നു. അബ്ദുറഹ്മാൻ മൗലവിയെ പറ്റി പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രൂക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധന ഭാഷ എന്ന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാലോ. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നും കഴിഞ്ഞ 10 ദിവസമായി നമ്മൾ ബാങ്കിൽ ക്യൂ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? കറൻസി മാറ്റാൻ വേണ്ടി. ഒംല എന്നാണ് അറബി ഭാഷയിൽ കറൻസിക്ക് പറയാ. ഒംല, ഐന്, മീമ്, ലാമ്, പിന്നെ ഒംല. കറൻസി എന്ന് പറഞ്ഞാൽ ഒംലയാണ്. ഒംല മാറ്റിയെടുക്കാൻ വേണ്ടി. ഒംല പോണില്ല, കറൻസി ചെലവാണില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അരി വാങ്ങണമെങ്കിൽ, മത്സ്യം വാങ്ങണമെങ്കിൽ ഇത് മാറ്റിയെടുക്കണം, കറൻസി മാറ്റിയെടുക്കണം. നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗശൂന്യമായാൽ അത് മാറ്റിയെടുക്കണം. ദുനിയാവിൽ നമുക്ക് മാറ്റിയെടുക്കാം. ആ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ബാങ്കുകളുടെ മുമ്പിൽ ഞായറാഴ്ചകളും രാത്രികളിലും ആളുകൾ ക്യൂ നിൽക്കുന്നത്. ഇന്നും രാവിലെ എന്നോട് ഒരു വല്യമ്മ ചോദിച്ചു, മോനെന്നാ ഞായറാഴ്ച ബാങ്ക് തുറക്കോ? ഞാൻ പറഞ്ഞു തുറന്നുകൂടാ ചെയ്യുന്നില്ല, രാത്രിയൊക്കെ തുറക്കലുണ്ടല്ലോ, നമ്മൾ പോയി നോക്കി, എൻ്റെ അടുത്ത് കുറച്ച് കായുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കാനാണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ഭയപ്പെട്ട് മാറ്റിയെടുക്കാൻ പോവാണ്. ഈ ഒംല എന്ന ഈ പദത്തിൽ നിന്നാണ് അമല് എന്ന് വരുന്നത്. അമല് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം. അമല് ഒംല ഒന്ന് തന്നെയാണ്. നമുക്ക് പരലോകത്ത് മാറ്റിയെടുക്കാനുള്ളത്, സ്വർഗത്തിന് പകരം മാറ്റിയെടുക്കാനുള്ളത് അമലാണ്. ഇവിടെ മാറ്റിയെടുക്കാനുള്ളത് ഒംലയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ പരലോകത്തെത്തിയാൽ മാറ്റിയെടുക്കാനുള്ളത് നമ്മുടെ അമലുകളാണ്. ഈ അമല് ശിർക്ക് കൊണ്ടും ബിദ്അത്ത് കൊണ്ടും മോശമായി സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞാൽ, മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ. ഈ ദീനി കാര്യത്തിൽ ഇതിലില്ലാത്തത് കൂട്ടിച്ചേർത്താൽ, അള്ള പിൻവലിച്ച ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തിട്ട് ആ ഒംലയുമായി, ആ കറൻസി, ആ അമലുകളുമായി പരലോകത്ത് ചെന്നാൽ സ്വർഗം അള്ളാഹു തരൂല. എന്നാൽ നമുക്ക് ബാങ്ക് പോയി ക്യൂ നിന്നിട്ട്, പരലോകത്ത് വേറെ എവിടെയെങ്കിലും പോയി ക്യൂ നിന്നിട്ട് നമ്മളെ അമലുകൾ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇവിടെ നമ്മളെ അമലുകളും ഒമലുകളും മാറ്റിയെടുക്കാൻ പറ്റും. സുഖമായി നമുക്ക് പുതിയ നോട്ടാക്കാം. പരലോകത്ത് നമ്മുടെ അമലുകൾ ബിദ്അത്ത് കലർന്നതായാൽ, അതുപോലെ ശിർക്ക് കലർന്നതായാൽ, തെറ്റാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അത് പരലോകത്ത് അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം അബ്ദുറഹ്മാൻ മൗലവിയൊക്കെ അല്പം രൂക്ഷമായിട്ടാണെങ്കിൽ പോലും മനുഷ്യന്റെ അമലുകൾ നേരിന്റെ, സത്യത്തിന്റെ, ആചാരത്തിന്റെ, സുന്നത്തിന്റെ, ഖുർആനിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായി തീരാൻ വേണ്ടി അദ്ദേഹം ശക്തമായി തന്നെ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ കൂടി നടക്കാൻ ഈ സീറ, ഈ ചരിത്ര സമ്മേളനം നമുക്കൊക്കെ പ്രചോദനമാകണമെന്നും, അതല്ലാതെ പല നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു, ചരിത്രത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ കുഞ്ഞാലി വരക്കാരുടെ ചരിത്രം, മമ്പുറത്ത് തങ്ങളുടെ ചരിത്രം, അതുപോലെ തന്നെ പൂർവികന്മാരായ നേതാക്കന്മാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. എന്താ? നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു. യഹൂദുകൾ പറഞ്ഞു ഞങ്ങൾ അള്ളാന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടപുത്രന്മാരാണ്. ആ ചരിത്രത്തിന്റെ പാരമ്പര്യവുമായി നടന്നതുകൊണ്ട് അള്ളാഹു അവരെ അംഗീകരിച്ചില്ല. വെറും ചരിത്രത്തിന്റെ പാരമ്പര്യം, അതല്ലെങ്കിൽ സീറകൾ പാടിപ്പറഞ്ഞ് ചരിത്രത്തിന്റെ പാരമ്പര്യം ഓർക്കാനല്ല, ചരിത്രത്തിന്റെ ആ കാൽപ്പാടുകളിൽ നിന്ന് സത്യത്തിന്റെ, നേരിന്റെ, ധർമ്മത്തിന്റെ ആ വഴിത്താരയിലുള്ള ഓരോ ചെറിയതും വലിയതും വീണ്ടെടുക്കാനാവട്ടെ ഈ ചരിത്ര സമ്മേളനം. ഇതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, ഇതിന് വഴിയൊരുക്കിയ ഇതിന്റെ സംഘാടകരായ സുഹൃത്തുക്കൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.